എയിംസ്, ESIC ആൻഡ് അതർ സെൻട്രൽ ഗവൺമെൻറ് ഡിസ്പെൻസറിയിലേക്കുള്ള വാക്കൻസികൾ ഓണായിരിക്കുകയാണ്. കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാം CRE 2025. Welcome to Pharmakid by Anjana. Don't forget to follow and subscribe. നോട്ടിഫിക്കേഷൻ 11/7/2025 ഔട്ടായിരിക്കുന്നത്. എയിംസ്, ESIC പോലുള്ള സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റൽ ഡിസ്പെൻസറിയിലേക്ക് ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നത് കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാം CRE വഴിയാണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. നോട്ടീസ് നമ്പർ 278/2025 ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് ഓൺ 12/7/2025 ആൻഡ് ക്ലോസസ് ഓൺ 31/7/2025. ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയുന്നത് 7/8/2025 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നടക്കുന്നത്. ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് ഇപ്പോൾ പറയുന്നത്. 25 ഓഗസ്റ്റ് 2025 26 ഓഗസ്റ്റ് 2025 ഇടയ്ക്കായിരിക്കണം. ഇന്ത്യയിലെ മേജർ സിറ്റീസിലെല്ലാം എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ CRE എക്സാമിന് കേരളത്തിലും എക്സാം സെൻറ്റർ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നടക്കുന്നത്. 90 മിനിറ്റാണ് എക്സാം ടൈം. ഓരോ ക്വസ്റ്റിനും 4 മാർക്ക് വെച്ചിട്ട് 100 ക്വസ്റ്റ്യനാണുള്ളത്. അങ്ങനെ ടോട്ടൽ 400 മാർക്കിനാണ് എക്സാം നടക്കുന്നത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ നോളജ്, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നും 20 ക്വസ്റ്റ്യനും ബാക്കി 80 ക്വസ്റ്റ്യൻ നമ്മുടെ ഫാർമസി റിലേറ്റഡുമായിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ടോട്ടൽ 100 ക്വസ്റ്റ്യനെ 5 സെക്ഷനായിട്ടാണ് തിരിക്കുന്നത്. അങ്ങനെ ഓരോ സെക്ഷനിലും 20 ക്വസ്റ്റ്യൻ വെച്ചാണ് വരുന്നത്. ഓരോ 20 ക്വസ്റ്റ്യനും, അതായത് ഒരു സെഷന് 18 മിനിറ്റ് മാത്രമാണ് കിട്ടുന്നത്. ഓരോ സെഷനും 18 മിനിറ്റ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ആ 18 മിനിറ്റ് കഴിഞ്ഞാൽ ഓരോ 20 ക്വസ്റ്റ്യനും അവരങ്ങ് മാറ്റും. എന്നിട്ട് നെക്സ്റ്റ് സെഷൻ വരുവാണ് ചെയ്യുന്നത്. ആ പ്രീവിയസ് സെഷൻ നമുക്ക് പിന്നെ കാണാൻ പറ്റില്ല. എക്സാമിന് 7 ദിവസം മുന്നേ മാത്രമേ എക്സാം സിറ്റി നമുക്കറിയാനായിട്ട് പറ്റത്തുള്ളൂ. എക്സാമിന് 3 ദിവസം മുന്നേ മാത്രമേ അഡ്മിറ്റ് കാർഡ് നമുക്ക് കിട്ടുകയുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ 2 ലാംഗ്വേജിൽ അവൈലബിൾ ആയിരിക്കും. ഓരോ കറക്റ്റ് ആൻസറിനും 4 മാർക്ക് വെച്ചാണ് കിട്ടുന്നത്. ഓരോ റോങ് ആൻസറിനും 1/4 നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫയിങ് മാർക്കിൽ 40% for UR or EWS, 35% for OBC and 30% for SC and ST. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറലിനും OBC കാൻഡിഡേറ്റ്സിന് 3000 രൂപയും SC ST ആൻഡ് EWSന് 2400 രൂപയും ഡിസബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സിന് എക്സാം ഫീ ഇല്ല. ഈ നോട്ടിഫിക്കേഷനകത്ത് സ്പെസിഫിക് ആയിട്ട് എവിടെയൊക്കെയാണ് എത്ര വാക്കൻസിയാണ് അത് റിസർവേഷൻ അടിസ്ഥാനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. പ്ലീസ് ചെക്ക് നോട്ടിഫിക്കേഷൻ ഫോർ മോർ ക്ലിയർ ഡീറ്റെയിൽസ്.